ഹായ് ഫ്രണ്ട്സ്, ഐ ആം പൗർണമി. വെൽക്കം ടു പൗർണമീസ് കിച്ചൺ. ഇന്ന് നമ്മളൊരു മോരുകറീൻ്റെ റെസിപ്പിയാണ് നോക്കുന്നത്. ആദ്യം തന്നെ പച്ചമുളക്, അതുപോലെ വെളുത്തുള്ളി, ഇഞ്ചി, കുറച്ച് ചെറിയുള്ളി, ഇത്രയും കാര്യങ്ങളാണ് ആദ്യം നമ്മൾ ഒരുക്കി വെക്കേണ്ടത്. ഇതൊന്ന് ചതച്ച് വെക്കണം. അതിനുശേഷം നമ്മൾ പാത്രം വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നാൽ നമുക്കതിലേക്ക് കടുകിടാം. കടുകൊന്ന് പൊട്ടട്ടെ. കടുകൊന്നെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ചേർത്തതിന് ശേഷം കുറച്ച് ചെറിയ ജീരകം, വളരെ കുറച്ച് മതി, ഒരുപാട് ഇടേണ്ട ആവശ്യമില്ല. അതിനുശേഷം കറിവേപ്പില പിന്നെ ഇഷ്ടം പോലെ ഇടാം. അതൊന്ന് നല്ല ചൂടായി വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ച കാര്യങ്ങളാണ് ചേർക്കുന്നത്. ഫ്ലെയിം വളരെ കുറച്ചാണ് വെക്കേണ്ടത്, പെട്ടെന്ന് കരിഞ്ഞു പോകുന്ന സാധനങ്ങളാണ്. ഫ്ലെയിം വളരെ കുറച്ച് നന്നായിട്ട് ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. പച്ചമണമൊക്കെ മാറി മസാലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാവൂ, അല്ലെങ്കിൽ നമ്മളെ മോര് കാച്ചിയതിൻ്റെ നിറം മാറിപ്പോവും. ഫ്ലെയിം വളരെ സ്ലോ ആയിരിക്കണേ. അപ്പോൾ ആ മഞ്ഞൾപ്പൊടീൻ്റെ പച്ച കുത്തലൊക്കെ മാറിയിട്ടുണ്ടായിരിക്കും. ആ ചൂടുള്ള മസാലയിൽ ചെന്നാൽ തന്നെ മഞ്ഞൾപ്പൊടീൻ്റെ പച്ചമണം മാറിക്കിട്ടും. അതിനുശേഷം നമ്മൾ ഒഴിക്കുന്നത് നല്ല മോരാണ്, തൈരല്ല, മോരാണ് കേട്ടോ. മോരൊഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, കൈയെടുക്കാൻ പാടില്ല. വളരെ ഫ്ലെയിം കുറച്ച് വെച്ച് ഇളക്കി നമ്മളത് ചൂടാക്കി എടുക്കുകയാണ്. തിളയ്ക്കാൻ പാടില്ല. തിളച്ച് കഴിഞ്ഞാൽ അത് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പം നല്ല ഒന്ന് ചൂട് കയറി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഉപ്പൊന്ന് നോക്കാം, ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇടാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്ന് ഉച്ചക്കത്തെ ലഞ്ചിൻ്റെ കാര്യങ്ങൾ. ചാനൽ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ.